പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു, ഹൃദയത്തിൽ ദൈവവചനത്തിന് മുഖ്യസ്ഥാനം കൊടുത്തിരുന്ന ഒരു ഭക്തനായിരുന്നു ദാനിയേലെന്ന് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തെ പ്രതിനിധീകരിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുമായി വന്ന ദൂതൻ ദാനിയേലിനെ അഭിസംബോധന ചെയ്തത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന പദപ്രയോഗത്തോടുകൂടെയാണ്. ദൈവത്തിന് വളരെ പ്രിയനായിരുന്നു ദാനിയേൽ. എന്തുകൊണ്ട് ദാനിയേൽ ദൈവത്തിന് ഇത്രയും പ്രിയനായി മാറി? ഉത്തരങ്ങളിലൊന്ന്, താൻ ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നതിനാൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവവചനത്തിനു വേണ്ടി താൻ നിലകൊണ്ടതിനാൽ താൻ ദൈവത്തിന് പ്രിയനായി മാറി. തൽഫലമായി അടിമയായിട്ടാണ് ഈ രാജ്യത്തേക്ക് താൻ പിടിക്കപ്പെട്ടു വന്നതെങ്കിലും വലിയ ഔദ്യോഗിക പദവികളിലേക്ക് ദൈവം തന്നെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, അനുഗ്രഹം പ്രാപിക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല. ദൈവവചനത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ, ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ തയ്യാറായാൽ, ഇന്നൊരു പക്ഷേ കഠിനമായ പരിസ്ഥിതിയിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിച്ചാലും ഒരു ദിവസം ദൈവം നമ്മെ ഉയർത്തും, ഒരു ദിവസം ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്തു തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായാൽ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ദാനിയേലിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളേക്കാൾ അധികം വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിലകൊള്ളുവാൻ ദൈവം സഹായിക്കണമേ. അവിടുത്തെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് യേശുവിൻ്റെ രക്തം തളിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ഇന്നവർക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.